രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിടിനാൻ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകതന്നീവയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തോ പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ, ഭയപ്പെടായതുമേ. ഉംബർകോൻ പൗത്രനുമൻ പോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാം മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനിത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമിത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു. ജടായുവാം പക്ഷി പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞിന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതും ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ.
30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പുക്കു വാസരം പോയതുമേതുമറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനിയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സംവാദിയുമാരൂഢമോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു, ഞാനൊട്ടു നാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കോടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായുധക്രിയക്കെന്നെയെടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ, നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധി തീരത്തു വെച്ചിടിനാരാദരാൽ. തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട്, മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം. ഗൃദ്ധനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം. ഉക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനീനദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറന്നിതുമേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചതനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പോണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു. മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരീണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ
കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്കനീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സദ. തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവഥാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോഭുവി. പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലെ ചെന്നു പതിച്ചു നീഹാര സമേതനായി. ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നുരേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ. പേശീരുധിര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ട്. ഷഷ്ഠമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം. പിന്നെ മീക്ഷോപസ്ഥനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരക്കേശരോമങ്ങൾ. അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭഗമായ പിണ്ഡം. മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവഹ്നി പ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യകുടുംബ ഭരണൈകസക്തനായി ഇത്തമന്യായമായാർജിച്ചലന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ.
10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചുറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരി പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തൻവങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുത്ഭവിച്ചിടും അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമീൻ ചിറകുകൾ പുത്തനായി നീ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാത്മ്യം ആരാലുമൊത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മമകേ മാനസേ മറ്റു തോന്നിലഹോ. നല്ലതു മേൽമേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കിലർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാതി വിഹായസ. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ചക്രതനയ തനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. ഇത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ.
നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്ന് എന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു 10 വഴി, ചാടാം 20 കവി, 30 ചാടാമെനിക്കെന്നപരനും, അപ്പടി 40 മറ്റേവനും, 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധൗ, യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും, സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ, ഭൃത്യരിലേഖനുണ്ടാമെന്നതേവരു. ആർക്കുമേയല്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ വയം. താരയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ, എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ, കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. സാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായി അവനീൽ അഞ്ജസ ജാതനായി വീണ നേരം, ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതിനു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമിന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും, ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്ത കാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ, നാംന ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റുമുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ. വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിയ ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ. ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ, അല്ലാകിലോ
ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാഗമരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടൊരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരികെ വരിക നീ, രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ. വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ്ക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.